ഇന്നത്തെ വീഡിയോ ACL ഇഞ്ചുറീസും ഫുട്ബോളിനെ പറ്റി സംസാരിക്കാനാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, ഇപ്പോൾ ഫുട്ബോൾ സീസണാണ്. ആൻഡ് എസ്പെഷ്യലി അമച്വർ പ്ലെയേഴ്സ് ലെവലിൽ പ്രൊഫഷണൽ പ്ലെയേഴ്സിൻ്റെ ലെവലിൽ ACL ഇഞ്ചുറീസ്, അതായത് ആൻറ്റീരിയർ ക്രൂഷ്യറ്റ് ലിഗ്മെൻറ്റ് ഇഞ്ചുറീസ് ആർ വെരി കോമൺ. സോ നമുക്ക് ഇന്നത്തെ ടോക്ക് അതിനെപ്പറ്റി സംസാരിക്കാനാണ്. ഫസ്റ്റ്, ACL എന്താ? ACL ആൻറ്റീരിയർ ക്രൂഷ്യറ്റ് ലിഗ്മെൻറ്റ്. ഈ ലിഗ്മെൻറ്റിൻ്റെ ഫങ്ഷൻ നമ്മളുടെ തൊടയുടെ എല്ലും താഴത്തെ എല്ലും തമ്മിൽ ട്രാൻസ്ലേഷൻ, അതായത് താഴത്തെ എല്ല് മുമ്പിലേക്ക് പോകാൻ പാടില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ ഓടാണെന്ന് വെച്ചോ, നമ്മളുടെ ടിബിയ, അതായത് താഴത്തെ എല്ല് എങ്ങനെ മുമ്പിലേക്ക് പോവാതിരിക്കാം? അത് ഈ ACL കാരണമാണ്. ഫുട്ബോൾ കളിക്കുമ്പോൾ മെയിൻലി ത്രീ റീസൺസ് വെച്ചാണ് ACL ഡാമേജ് ആവുക. ഏറ്റവും കോമൺ, വീഴ്ച പറ്റുമോ. സെക്കൻഡ്, നമ്മളുടെ പാദം പ്ലാന്റ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് തിരിയുമോ, സഡൻ ടേണിങ് ആക്ഷൻസ് വരുമോ. അതായത് ഫുട്ട് ഒരു പൊസിഷൻ, ബോഡിയും നീയും വേറെ പൊസിഷൻ, അപ്പോൾ ഈ ACL പൊട്ടിപ്പോവും. തേർഡ്, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ചാടിയിട്ട് ലാൻഡ് ചെയ്യുമോ, ഇപ്പം ഹെഡ് ചെയ്യുമോ, അല്ലെങ്കിൽ ഗോൾ കീപ്പർ ബോൾ പിടിച്ച് കഴിഞ്ഞിട്ട് താഴേക്ക് വീഴുമോ, ഇത് വരാൻ സാധ്യതയുണ്ട്. ഇത് എങ്ങനെ സംഭവിക്കാം? നമ്മളുടെ നീ ജോയിൻറ്റ് ഏറ്റവും ഡേഞ്ചറസ് പൊസിഷൻ, മുട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വരാൻ പാടില്ല. നമ്മൾ ചാടിയിട്ട് ലാൻഡ് ചെയ്യുമ്പോൾ ഉള്ളിലേക്കും തിരിയാനും പാടില്ല. ഈ രണ്ട് ആക്ഷൻസാണ് ACL ഡാമേജ് ഉണ്ടാക്കുക. സോ നമുക്കെങ്ങനെ അറിയാം ACL ഡാമേജ് ഉണ്ടെന്ന്? ഗെയിമിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ വീഴ്ചയുടെ സമയത്ത് പെട്ടെന്നൊരു ടക്കൊരു ശബ്ദം കേൾക്കും. അപ്പോൾ തന്നെ ജോയിൻറ്റിൽ നീര് വരും. നീര് വരുമ്പോൾ എന്താ പറ്റുക? പെയിനും വരും. ഗെയിം എന്തായാലും നിർത്തേണ്ടി വരും. സിവിയർ പെയിൻ ആവും, പിന്നെ ബലൂൺ പോലെ വീർത്തുകൊണ്ടിരിക്കും. ഡെഫിനറ്റ്ലി അങ്ങനെ വരുമ്പോൾ എന്തായാലും ഒരു ഓർത്തോപെഡിക് സർജനെ കാണിക്കേണ്ടി വരും. നമുക്ക് എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക? ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഡൈനാമിക് സ്ട്രെച്ചസ് ഓർ ഡൈനാമിക് വാമപ്സ്. നമ്മൾ വെറുതെ സ്ട്രെച്ച് ചെയ്തിട്ടോ ജോഗ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഡൈനാമിക് മീനിങ് ബോഡിയുടെ പ്രൊപ്രിയോസെപ്ഷൻ, അതായത് ബാലൻസും മസിൽ പവർ ഒരുമിച്ച് സ്ട്രെങ്തൻ ചെയ്യുന്ന കുറച്ച് എക്സസൈസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്കിപ്പിംഗ്, ജമ്പിങ് ജാക്സ്, ലഞ്ചസ്, ഹൈ നീസ്, പിന്നെ ബട്ട് കിക്സ്, പ്ലാങ്ക്. ഇതൊക്കെ നല്ല എക്സസൈസാണ് നമ്മളുടെ ബോഡിയുടെ പ്രൊപ്രിയോസെപ്ഷൻ, അതായത് ബാലൻസ് ശരിയായി കിട്ടാൻ. പിന്നെ ഡെഫിനറ്റ്ലി മസിൽ സ്ട്രെങ്തനിങ് വേണം. വലിയ ജിമ്മിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഗ്ലൂട്ട്സ്, ഹാംസ്ട്രിങ്സ്, ക്വാഡ്സ്, കാഫ്സ്, കോർ സ്ട്രെങ്തൻ ചെയ്താൽ ACL ഇഞ്ചുറീസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ മൂന്നാമത്തെ ഒരു ഭാഗമുണ്ട് ACL ഈ ഇഞ്ചുറി വരാതിരിക്കാൻ, നമ്മളുടെ ഫുട്വെയർ. പ്രോപ്പർ ഗിയർ പ്രോപ്പർ ഫ്ലോറിങ്ങിൽ വേണം. ഇപ്പം നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ എന്തായാലും, നമ്മൾ ഗ്രാസിൽ കളിക്കുമ്പോൾ എന്തായാലും സ്റ്റഡ്സ് വേണം. ബട്ട് നമ്മൾ ടർഫിൽ കളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വെറും കാലിൽ വെച്ച് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളുടെ പാദമാണ് നമ്മളുടെ ബോഡിയുടെ GPS. നമുക്ക് പാദം വയ്ക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു ഡയറക്ഷൻ ഐഡിയ കിട്ടും. സോ നമ്മുടെ ഫുട്വെയർ തെറ്റാണെങ്കിൽ അത് സ്ലിപ്പാവും. സ്ലിപ്പായാൽ മുട്ടിൻ്റെ അലൈൻമെൻറ്റ് തെറ്റും. സോ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ACL ഇഞ്ചുറി പ്രിവെൻഷൻ ഒരു പോസിബിലിറ്റിയാണ്. സോ എന്തായാലും ഇതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റ്, ACL ഡാമേജ് വരാണെങ്കിൽ, എസ്പെഷ്യലി ACL റപ്ചറൊക്കെ ആണെങ്കിൽ, ഡെഫിനറ്റ്ലി കീ ഹോൾ സർജറി വഴി നമുക്കത് ശരിയാക്കാം. അത് വേറൊരു ടോപ്പിക്, വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞുതരാം. സോ ഇൻ ജനറൽ ACL ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാൻ മൂന്ന് കാര്യങ്ങളാണ്: ഡൈനാമിക് വാമപ്സ്, സ്ട്രെങ്തനിങ് എക്സസൈസസ്, പ്രോപ്പർ ഫുട്വെയർ. താങ്ക് യു.